നമസ്തേ. ഇന്ന് നമ്മൾ നമ്മുടെ 6th സ്റ്റാൻഡേർഡിലെ 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ അധ്യായങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയും അതിലെ പാഠഭാഗങ്ങൾ ഓരോന്നായി പഠിക്കാൻ തുടങ്ങുകയുമാണ്. ആദ്യം നമ്മൾ 5ാം ക്ലാസ്സിൽ എല്ലാവരും പഠിച്ചതാണ് പ്രൊഫൈൽ ഉണ്ടാക്കാൻ, അല്ലേ? സ്വന്തം പ്രൊഫൈൽ ഉണ്ടാക്കാനും കൂട്ടുകാരുടെ പ്രൊഫൈൽ ഉണ്ടാക്കാനും എല്ലാം നമ്മൾ പഠിച്ചതാണ്. 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റിലും ആദ്യം ഒരു പ്രൊഫൈൽ തയ്യാറാക്കാനാണ് ഉള്ളത്. 5ാം ക്ലാസ്സിൽ നമ്മൾ നാമ, കക്ഷ, ആയു, സ്കൂൾ കാ നാം ഒക്കെ നമ്മൾ പഠിച്ചു, അല്ലേ? ഇവിടെ നമ്മൾ നാമ, നമ്മുടെ പേരെഴുതാനും, കക്ഷ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് എഴുതാനും, സ്കൂൾ നമ്മുടെ സ്കൂളിൻ്റെ പേര് ഏതാണ് എന്ന് എഴുതാനും, ജില്ല നമ്മളിൽ ഓരോരുത്തരും ഓരോ ജില്ലകളിലായിരിക്കും, അല്ലേ? ഏതാണോ നമ്മുടെ ജില്ല, ആ ജില്ലയുടെ പേരെഴുതാനുമാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ആദ്യത്തെ പേജിലുള്ള ചിത്രം തന്നെ ഇതാണ്. അപ്പോൾ എല്ലാവർക്കും പ്രൊഫൈൽ തയ്യാറാക്കാൻ അറിയുമായിരിക്കും, അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്നുകൂടി പ്രൊഫൈൽ തയ്യാറാക്കി നോക്കുക. അടുത്തത് നമ്മുടെ ഇക്കായി 1 ഗുലേ ദിൽസേ എന്ന് പറയുന്ന ഒരു ചിത്രകഥയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഗുലേ ദിൽസേ. ഗുലേ എന്ന് പറഞ്ഞാൽ എന്താ? തുറന്ന മനസ്സോടെ. ദിൽ എന്ന് പറഞ്ഞാൽ മനസ്സ്. തുറന്ന മനസ്സോടെ എന്നാണ് ആ ഫസ്റ്റ് ചിത്രം തന്നെ നമുക്ക് തന്നിരിക്കുന്നത്. അവിടെ നമ്മൾ പക്ഷികളെ, മൃഗങ്ങളെ എല്ലാം കാണാനുണ്ട്. ഭാലു ഉണ്ട്, മേടക്കുണ്ട്, ഖർഗോഷ് ഉണ്ട്, തോത്തയുണ്ട്, ജിറാഫുണ്ട്, മുർഗിയുണ്ട്, ആൻഡ് മധുമക്കി, ഹണിബി, മധുമക്കിയുടെ ചിത്രവും അവിടെ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും തുറന്ന മനസ്സോടെ കൈകൾ പൊക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തുറന്ന മനസ്സോടെ എന്നാണ് ഗുലേ ദിൽസേ എന്നർത്ഥം, അല്ലേ? നമ്മുടെ 6ാം ക്ലാസ്സിലെ അധ്യായങ്ങൾ നമുക്ക് തുറന്ന മനസ്സോടെ തന്നെ പഠിച്ചു തുടങ്ങാം, അല്ലേ? ഇതിലെ തന്നെ ഫസ്റ്റ് ലെസൺ എന്ന് പറയുന്നത് ഒരു കവിതയാണ്. നീലി ചിടിയ, നീല പക്ഷി എന്നുള്ള ഒരു കവിതയാണ് ഇതിലെ ആദ്യത്തെ അധ്യായം. ഹരിവംശരായ് ബച്ചൻ എഴുതിയ കവിതയാണ് നീലി ചിടിയ എന്നുള്ളത്. ഹരിവംശരായ് ബച്ചനെ കുറിച്ച് എല്ലാവർക്കും അറിയുമല്ലോ, അല്ലേ? ഹരിവംശരായ് ബച്ചൻ പ്രസിദ്ധനായ ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ചെറിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കവിതയാണ് നീലി ചിടിയ എന്നുള്ളത്. എന്നാൽ നമുക്കൊന്ന് പാഠഭാഗത്തിലേക്ക് പോയാലോ. नीले आसमान से उतरी नीली एक निराली चिड़िया, गाती उड़ने वाली चिड़िया, उड़ती गाने वाली चिड़िया. എന്താണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്? നീലെ ആസ്മാൻ സേ ഉത്തരി, നീല ആകാശം. നമ്മൾ ആകാശത്തെ വിശേഷിപ്പിക്കുന്നത് എപ്പോൾ നീല നിറമുള്ള ആകാശം എന്നാണ്, അല്ലേ? നീലി ആസ്മാൻ സേ ഉത്തരി, നീല ഇറങ്ങി വന്നു. ഉത്തരി എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്ന. നീലി ഏക്ക് നിരാലി ചിടിയ, നീല കളറിലുള്ള നിരാലി. നിരാലി എന്ന് പറഞ്ഞാൽ യുണിക് ആയിട്ടുള്ള ഒരു പക്ഷി. നീലി ആസമാനസെ ഉത്തരി നീലി ഏക്ക് നിരാലി ചിടിയ, നീല കളറിലുള്ള ഒരു പക്ഷി നീല ആകാശത്ത് നിന്നും ഇറങ്ങി വന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നീല ആകാശത്ത് നിന്നും നീല കളറിലുള്ള ഒരു പക്ഷി ഇറങ്ങി വരികയാണ്. ഗാത്തി ഉടനെ വാലി ചിടിയ, ആ പക്ഷി എങ്ങനെ വരുന്നത്? പാടിക്കൊണ്ടാണ് വരുന്നത്. ഗാത്തി ഉടനെ, ഗാത്തി എന്ന് പറഞ്ഞാൽ പാടുക, ഉടനെ പറക്കുക. പാട്ട് പാടിക്കൊണ്ട് പറന്നുകൊണ്ടാണ് ആ ചിടിയ, ആ പക്ഷി ആകാശത്ത് നിന്നും വരുന്നത്. ഉടുത്തേ ഗാനി വാലി ചിടിയ, ആ പക്ഷി പറന്നുകൊണ്ട് തന്നെ പാട്ടും പാടുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷി പറന്നു തന്നെ പാട്ടും പാടുന്നുണ്ട്, പാട്ട് പാടിക്കൊണ്ട് പറന്നു നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു നീല കളറിലുള്ള പക്ഷി നീലാകാശത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ഇസ് ഫുനങ്കി സേ ഉസ് ഫുനങ്കി പർ. ഇസ് ഫുനങ്കി, ഫുനങ്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചില്ലക്കൊമ്പുകളില്ലേ, കൊമ്പുകളുടെ അറ്റത്തിനാണ് ഫുനങ്കി എന്ന് പറയുക. ഇസ് ഫുനങ്കി സേ ഉസ് ഫുനങ്കി പർ, ഈ കൊമ്പിൽ നിന്നും ആ കൊമ്പിലേക്ക്, ഓരോ കൊമ്പിൽ നിന്നും അടുത്ത കൊമ്പിലേക്ക്. ഉടുക്കർ ജാനെ വാലി ചിടിയ, ഒരു കൊമ്പിൽ നിന്നും അടുത്ത കൊമ്പിലേക്ക് ആ പക്ഷി, നീല കളറിലുള്ള പക്ഷി ചാടിക്കൊണ്ടിരിക്കുകയാണ്. പറന്ന് പറന്ന് ഓരോ ചില്ലകളിലേക്ക് മാറി മാറി ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. ഇൻ പത്തോമേ ഉൻ പത്തോമേ, ഈ ഇലകളിലും ആ ഇലകളിലും, പത്ത എന്ന് പറഞ്ഞാൽ ലീഫാണ്, അല്ലെ? ഇലയാണ്. ഈ ഇലകളിലും ആ ഇലകളിലും
ചിപ്കർ ഗാനെ വാലി ചിടിയ. ചിപ്കർ എന്ന് പറഞ്ഞാൽ എന്താ? ഒളിച്ചിരിക്കുക. ഓരോ ഇലകളുടെ ഇടയിലും ഒളിച്ചിരുന്നും ആ പക്ഷി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഓരോ കൊമ്പിൽ നിന്നും അടുത്ത കൊമ്പിലേക്ക് ചാടി ചാടി അതിങ്ങനെ പോകുന്നുണ്ട്, പറന്നിങ്ങനെ ചാടി ചാടി പോകുന്നുണ്ട്. ഇലകളുടെ ഇടയിലിരുന്ന് അത് ഒളിച്ചിരുന്ന് പാട്ട് പാടുന്നുണ്ട്. പർ ഫടുക്കാക്കർ നീച്ചെ ആക്കർ. പർ എന്ന് പറഞ്ഞാൽ എന്താ? ചിറകാണ് അല്ലെ, വിങ്സ് ആണ്. പർ ചിറക്, ഫടുക്കാക്കർ ചിറക് ഇങ്ങനെ അടിച്ചുകൊണ്ട്, നീച്ചെ ആക്കർ അടിച്ചുകൊണ്ട് അത് താഴത്തേക്ക് ഇറങ്ങി വന്നു. ധാന ഖാനെ വാലി ചിടിയ. ധാന എന്ന് പറഞ്ഞാൽ എന്താ? ധാന്യങ്ങൾ അല്ലെ, പക്ഷികൾ കഴിക്കുന്ന ധാന്യങ്ങൾ. ആ ധാന്യം വന്ന് കഴിക്കാൻ വന്നാണ് പക്ഷി. ദാന ഗാക്കർ പർ ഫടുക്കാക്കർ. ആ ദാന, ആ ധാന്യങ്ങൾ, ചിലപ്പോൾ ഗോതമ്പായിരിക്കാം, അരിയായിരിക്കാം അല്ലെ, എന്തെങ്കിലും ധാന്യങ്ങൾ നിലത്ത് കിടക്കുന്നതായിരിക്കാം, അത് കഴിച്ചുകൊണ്ട് പർ ഫടുക്കാക്കർ അതിന്റെ ചിറക് അടിച്ചുകൊണ്ട്, ഫടുക്കാന പറഞ്ഞാൽ അടിച്ചുകൊണ്ട്, ചിറക് അടിച്ചുകൊണ്ട് ചട്ട് ഉടുജാനെ വാലി ചിടിയാം. ചട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, പെട്ടെന്ന് തന്നെ ആ പക്ഷി ഉടുജാനെ വാലി ചിടിയ, പെട്ടെന്ന് അതുകൊണ്ട് പറക്കുന്നു. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉടു ഉടു ജാനെ വാലി ചിടിയ. ലാഖ് ബുലാവു ലേക്കിൻ മേരെ പാസ് ന ആനെ വാലി ചിടിയ. ഇസ് ഡാലി സെ ഉസ് ഡാലി പർ. ഡാലി എന്ന് പറഞ്ഞാൽ എന്താ? മരക്കൊമ്പുകൾ, ചില്ലകൾ അല്ലെ. ഒരു കൊമ്പിൽ നിന്നും ഈ കൊമ്പിൽ നിന്നും, ഇസ് എന്ന് പറഞ്ഞാൽ ഈ കൊമ്പിൽ നിന്നും, ഉസ് അത് അല്ലെ, ആ കൊമ്പിലേക്ക് എന്താ? ഉടു ഉടു ജാനെ വാലി ചിടിയ. പക്ഷി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ലാക്ക് ബുലാവു ലേക്കിൻ മേരെ. ലാക്ക് എന്ന് പറഞ്ഞാൽ കുറേ പ്രാവശ്യം ആ പക്ഷിയെ എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. പക്ഷെ പാസിന ആനെ വാലി ചിടിയ. പക്ഷെ ഞാൻ എത്ര വിളിച്ചിട്ടും ആ പക്ഷി എൻ്റെ അടുത്തേക്ക് വരുന്നേ ഇല്ല. കുറേ പ്രാവശ്യം ഞാൻ പക്ഷിയെ വിളിച്ചു നോക്കി, പക്ഷി ഒന്ന് എൻ്റെ അടുത്തേക്ക് വാ വാ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കി. ധാന്യങ്ങൾ അവിടെ നമ്മളിപ്പോ ഉണക്കാൻ, വെയിലുകാലൊക്കെ ആകുമ്പോൾ ഉണക്കാൻ ധാന്യങ്ങൾ ഇട്ടിട്ടുണ്ടാവൂല്ലേ അമ്മമാര്. അപ്പൊ ആ ധാന്യം കഴിക്കാൻ പക്ഷി വന്നതാണ്. പക്ഷെ പെട്ടെന്ന് പക്ഷി പേടിച്ചിട്ട് പറന്നു പോകുന്നുണ്ട് തിരിച്ചു തന്നെ. എന്നിട്ട് ആ പക്ഷിയെ കാണുമ്പോൾ നമ്മളിങ്ങനെ പക്ഷി വാ വാ എന്നൊരു കുട്ടി വിളിക്കുകയാണെങ്കിൽ ആ പക്ഷി എന്താ ചെയ്യുന്നത്? അടുത്തേക്ക് എത്ര വിളിച്ചിട്ടും ആ പക്ഷി വരുന്നതേയില്ല. നീലേ ആസ്മാനസേ ഉത്തരി നീലിയേക്ക് നിരാലി ചിടിയ. അങ്ങനെയുള്ള പക്ഷി, നീല ആകാശത്തു നിന്നും ഒരു നീല കളർ പക്ഷി വന്നു. അത് ഒരു യുണീക്ക് ആയിട്ടുള്ള, ഇതുവരെ കാണാത്ത ഒരു വ്യത്യസ്ത തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയായിരുന്നു അത്. ഗാത്തി ഉടനെ വാലി ചിടിയ ഉടുത്തി ഗാനെ വാലി ചിടിയ. ആ പക്ഷി എന്താ ചെയ്യുന്നത്? പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ് പറക്കുന്നത്. പറക്കുന്ന സമയത്തൊക്കെ അത് പാട്ട് പാടുന്നതായിട്ടും കാണാറുണ്ട്. അങ്ങനെയുള്ള നല്ലൊരു പക്ഷിയെയാണ് ഈ കവിതയിലൂടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കൂട്ടുകാർക്കൊക്കെ ആ നീലപക്ഷിയെ ഇഷ്ടമായോ? അപ്പൊ എല്ലാവരും കവിത നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് കവിതയ്ക്ക് ഒരു ഈണം കൊടുത്തിട്ടുണ്ട്, ആ ഈണത്തിൽ നന്നായി പാടി നോക്കുക. എന്നിട്ട് നന്നായിട്ട് കവിത പഠിക്കുക. ഓക്കെ, താങ്ക് യു.